നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് രേവതി സച്ചി ആദ്യയുടെ വീട്ടിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ വരണ സമയത്ത് രണ്ടുപേർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. ആദ്യയുടെ പിറന്നാളായിട്ട് പോലും അവന്റെ പെറ്റമ്മ വന്നില്ലല്ലോ. അവനോട് അവർക്ക് അത്ര ഇഷ്ടമുള്ളൂ. പാവ ആദി. ഒരു പക്ഷേങ്കിൽ ഇനി വിമലാന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ അവന്റെ ഗതി എന്താവും? അതൊക്കെ ഓർത്തപ്പോ അവർക്ക് നല്ല ടെൻഷൻ. സച്ചി പറഞ്ഞു, നീ കുളത്ത് വീണ സമയത്ത് ഉള്ളതുകൊണ്ടല്ലേ രക്ഷിച്ചത്. അല്ലായിരുന്നെങ്കിലോ, അവൻ കണ്ടില്ലായിരുന്നെങ്കിലോ? അത് സച്ചേട്ടാ, എനിക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാന്ന് പറയണം. എന്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതുപോലെ തന്നെ എനിക്കും. ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചിയുടെ മനസ്സിലെ കാര്യം എന്താ? എന്നോട് ആദ്യം പറ. സച്ചി പറഞ്ഞു, അല്ല, നിന്റെ മനസ്സിൽ എന്താന്ന് പറ. സച്ചിയേട്ടൻ ആദ്യം പറ. അതെ, അവനെ നമുക്ക് ദത്തെടുത്താലോന്ന് എന്റെ മനസ്സിലെ ആലോചന. രേവതി പറഞ്ഞു, അതെ, ഞാനും അത് തന്നെ ആലോചിക്കണേ. അവനെ ദത്തെടുത്താലോന്ന്. നല്ല കാര്യല്ലേ? അവനെ ദത്തെടുക്കുവാണെങ്കിൽ നമുക്ക് വളർത്താം. ഇനിയിപ്പോ വിമലാന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് സച്ചി പറഞ്ഞു, അല്ല, അങ്ങനെ ദത്തെടുക്കാനായിട്ട് വീട്ടിൽ പറയണ്ടേ? വീട്ടുകാരുടെ സമ്മതം വേണ്ടെന്ന് ചോദിക്കുക. അതെ, അതൊരു പ്രശ്നമാണ് സച്ചേട്ടാ. അച്ഛൻ സമ്മതിക്കുമോന്ന് അറിയില്ല. അച്ഛനെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാം. പിന്നെ അമ്മയുടെ കാര്യം, അതിനേക്കാൾ ഉപരി ആദ്യയുടെ അമ്മമ്മ സമ്മതിക്കണ്ടേ? കാരണം വിമലാന്റി സമ്മതിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറയണം. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം വീട്ടിൽ സംസാരിക്കാം. സമ്മതമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ബാക്കി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് മുറിയിലേക്ക് വന്നപ്പോഴത്തേനും വർഷ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുകയാണ്. വർഷയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് എന്നിട്ട് പറഞ്ഞു, അതെ, നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിച്ചാലോ? എന്തിന്? അല്ല, ഇന്നിവിടെ രേവതി ചേച്ചി ആഹാരമൊന്നും ഉണ്ടാക്കി കാണത്തില്ലല്ലോ. രേവതി ചേച്ചി പുറത്തു പോയിക്കോല്ലേ? എനിക്കും വേണ്ടാന്ന് പറയാ. എന്നോട് പിണങ്ങല്ലേ? പിന്നെ പിണങ്ങാതെ. കാര്യം എന്താണെന്നറിയാതെ അല്ലേ ശ്രീകാന്ത് ചുമ്മാ എന്നോട് ദേഷ്യപ്പെട്ടെ. അമ്മ കൊണ്ടുവന്ന് ആ ചെക്ക് തന്നേല് എനിക്ക് യാതൊരു പങ്കുമില്ല. ശ്രീകാന്തിനോട് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. അതുപോലും ചോദിക്കാതെ എടുത്തടിച്ച പോലെ ഒരു തീരുമാനം എടുത്തിട്ട് എന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയാവോ? അത് പിന്നെ ഞാൻ കരുതി അത് നിനക്കൂടെ പങ്കുണ്ടായിരിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ. സോറി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തു പോയി കഴിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വർഷ പറഞ്ഞു, ശരി, അങ്ങനെയാണ് സംഭവിച്ചു. അല്ല, ഇനിയിപ്പൊ എന്നെ എങ്ങനെ പുറത്ത് കൊണ്ടുപോന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എവിടെ സംഭവിക്കാൻ പോകുന്നത്? എന്താ? അത് ഞാൻ കാണിച്ചു തരാന്ന് പറയണം. അപ്പോഴേക്കും ശ്രീകാന്ത് ചിരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാണ്. കുറെ സമയം കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു. ഈ സമയത്ത് ശ്രുതി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് വന്ന് അകത്തേക്ക് കയറി ശ്രുതിയുമായിട്ട് കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. ശ്രുതിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി ശ്രുതിയുടെ പെരുമാറ്റത്തിലൊക്കെ. പിന്നീട് ശ്രുതി പുറത്തേക്ക് പോകാനായിട്ട് വീണ്ടും ഒരുങ്ങി വരുന്ന സമയത്ത് ശ്രുതി ചോദിച്ചു, എന്താ ശ്രുതി, നിനക്കിത് എന്ത് പറ്റി? കുറച്ച് സമയമായിട്ട് ഞാൻ ശ്രദ്ധിക്കുവാണല്ലോ, മുഖം ആകെപ്പാട് ഡള്ളായിട്ട് ഇരിക്കുന്നല്ലോ. പോയ പോലെ അല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുക. ഇത് കേട്ടോണാണ് സച്ചിൻ രേവതിയും വരുന്നത്. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, ഞങ്ങളും ഒരു ഫംഗ്ഷന് പോയതാടാന്ന് പറയണം. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ വല്ലാത്തൊരു അമ്പരപ്പൊടി ഞെട്ടലോട് കൂടിയിട്ടാണ് സച്ചിൻ രേവതിയെ നോക്കുന്നത്. ആ സമയം ശ്രുതി പറഞ്ഞു, അതെ, നിങ്ങൾ പോയ ഫംഗ്ഷൻ ഒന്നും അല്ല ശ്രുതി പോയത്. ശ്രുതി ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയതാ. രേവതി പറഞ്ഞു, ഞങ്ങളൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയതാന്ന് പറഞ്ഞു. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങളിത് ആരുടെ കാര്യം പറയണേ? അല്ല, അത് പിന്നെ അച്ഛാ, ആദ്യം ഉണ്ടല്ലോ, ആദ്യയുടെ കാര്യം പറയണേ. അവനിത് എന്ത് പറ്റി? അത് പിന്നെ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആഹാ, കൊള്ളാലോ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴറിഞ്ഞ്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവന് കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായെന്ന് പറയാ. രവീന്ദ്രൻ പറഞ്ഞു, പാവം കുട്ടിയത്, എനിക്കും അവന് ഇഷ്ടമാന്ന് പറയണം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമമൊക്കെ ആയിരുന്നു. കാരണം തൻ്റെ മകനെ കുറിച്ചാണ് പറയണേ. ഇവരവിടെ വന്നതുകൊണ്ട് തനിക്ക് അവനോടൊപ്പം നിന്ന് കേക്ക് മുറിക്കാൻ പറ്റാത്തെ. അപ്പം അതിൻ്റെ വിഷമം അത് ഇവരോട് പറയാൻ പറ്റത്തില്ലോ. പറഞ്ഞ് അതോടുകൂടി തീർന്നു. പിന്നീട് ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അതേസമയം സച്ചിൻ രവതിയും കൂടെ മുറിയിലേക്ക് വന്നിട്ട് ദത്തെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, വൈകുന്നേരം പറയാം. എല്ലാവരും ഉള്ള സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം. പറഞ്ഞ് സമ്മതം വാങ്ങാന്ന് പറയണം. അത് ശരിയാ, എല്ലാവരും കൂടെ വരട്ടെ വൈകുന്നേരം. എല്ലാവരും ഉള്ള സമയത്ത് പറയുവാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. പിന്നെ അമ്മ ഇതൊക്കെ അറിയണല്ലോ. ചന്ദ്രമതി ഭാമയുടെ അടുത്തേക്ക് പോയേക്കുമായിരുന്നു. അങ്ങനെ ചന്ദ്രമതിയോടും കൂടെ പറയണമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആവാൻ വേണ്ടി സച്ചിൻ രേവതിയും കാത്തിരുന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം സച്ചി രവീന്ദ്രനെ വിളിക്കുവാണ്. രവീന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താടാ കാര്യം? എന്താ? അച്ഛാ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നിനക്കിപ്പോൾ എന്താ പറയാനുള്ളത്? അത് പിന്നെ അച്ഛാ, അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം, അമ്മയും കൂടെ വിളിക്കാൻ പറയണം. അങ്ങനെ രവീന്ദ്രൻ ഭാമയെ വിളിച്ചു. ഭാമയല്ല, ചന്ദ്രമതിയെ വിളിച്ചു. ചന്ദ്രമതി അങ്ങോട്ട് വന്നിരുന്നു.
എന്താ രവിയേട്ടാ വിളിച്ചെന്തിനാ? ദേ ഇവൻ എന്തോ സംസാരിക്കാണ്ടെന്ന്. ഇവനോ? ഇവനാണെങ്കിൽ എന്തേലും ഊടായി പറയാൻ വേണ്ടിട്ടായിരിക്കും. എനിക്കും സമയമില്ല കേൾക്കാന്. അത് കേട്ടപ്പം രവീന്ദ്രൻ ചോദിച്ചു, നിനക്കെന്താ? നിനക്കിവിടെ എന്തേലും പ്രത്യേകിച്ച് പണിയുണ്ടോ? അല്ല അത് പിന്നെ എന്നാ പിന്നെ ഇവിടെ ഇരിക്കാൻ പറയാണ്. അപ്പോഴേക്കും ശ്രുതി പുറത്തു പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, പാർലറിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ശ്രുതിയും വന്നു, ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് സച്ചി പറഞ്ഞു, അച്ഛ എനിക്ക് പറയാനുള്ള കാര്യം കേട്ട് അച്ഛൻ അച്ഛൻ്റെതായ ഒരു തീരുമാനം പറയണമെന്ന് പറഞ്ഞു. എടാ നീ കാര്യം എന്താ വെച്ചാൽ പറ, അതറിഞ്ഞു കഴിഞ്ഞപ്പല്ലേ പിന്നെയല്ലേ എനിക്ക് തീരുമാനം പറയാൻ പറ്റുള്ളൂ. അത് പിന്നെ അച്ഛാ ഞാൻ ആലോചിക്കുന്നത് ആദ്യം ഉണ്ടല്ലോ, ആദി, അത് പിന്നെ അവനും അവൻ്റെ അമ്മമ്മയും കൂടെ അവിടെ താമസിക്കണേ. അവർക്കാണെങ്കിൽ വിമലാൻറ്റിക്ക് നല്ല വയ്യാത്തൊക്കെ അച്ഛൻ അറിയാമല്ലോ. പിന്നെ അവർക്കൊരു മോളുണ്ട്, ആ മോളുടെ കുട്ടിയാണ് ആദി. ആഹാ, അപ്പൊ അങ്ങനെയാണല്ലേ. അപ്പൊ ഇത്രയും നാളും അവൻ അമ്മയും അച്ഛനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടോ? ഇപ്പൊ അവൻ അമ്മയുണ്ടായില്ലേ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുകയാണ്. ആ സമയം സച്ചി പറഞ്ഞു, ബാക്കിയും കൂടെ പറയട്ടെ. അമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അവര് പുറത്താന്ന് പറയണം. ഓ, അവര് പുറത്തു പോയി കട സമ്പാദിക്കുന്നു, അവനെ നോക്കാനൊന്നും അവർക്ക് സമയമില്ല. എന്നിട്ടാണ് അവന് അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോ രണ്ടുപേരും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ. രവീന്ദ്രൻ പറഞ്ഞു, നീ ഒന്നും നിർത്തുന്നുണ്ടോ ചന്ദ്രേ? സച്ചി പറഞ്ഞു, അച്ഛാ ഞാനും രേവതിയും കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് അവന്റെ ബർത്ത്ഡേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആകപ്പാടെ വിഷമമായിപ്പോയി. എന്ത് പറ്റി? അത് പിന്നെ അവൻ ആകപ്പാടെ സങ്കടമായിരുന്നു അവന്റെ ബർത്ത്ഡേക്ക്. അപ്പം ഞങ്ങൾ ആലോചിക്കുന്നത് അവനെ ദത്തെടുത്താലോന്നാ എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നേ. ശ്രുതി കേട്ടി പറയണേ. ശ്രുതി ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് അവിടെ നിൽക്കുകയാണ്. അകത്തേക്ക് കയറി വരാൻ പോലും തോന്നിയില്ല. ശ്രുതി അവിടെ നിന്നു. എന്താ ഇവര് പറയുന്നതെന്ന് അറിയണമല്ലോ. ഇവന്ന് ചോദിച്ചു, ദത്തെടുക്കാനോ? അതെ അച്ഛാ, അവൻ ഇവിടെ കൊണ്ട് നമുക്ക് വളർത്താം. അവൻ ഇനിയിപ്പോൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഇവിടുന്ന് പോകണമെന്നാണെങ്കിൽ അവന് പോയിക്കോട്ടെ, എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് അവനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അച്ഛാ പാവം അവന്, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചല്ലേന്ന് ചോദിക്കുക. രവീന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു. രവീന്ദ്രൻ പറഞ്ഞു, ഈ ദത്തെടുക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല, അതെനിക്കറിയാന്ന് പറഞ്ഞു. ചന്ദ്രമതി ചോദിച്ചു, ദത്തെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, എങ്ങോട്ട് കൊണ്ടുവരും? സച്ചു പറഞ്ഞു, ഇങ്ങോട്ട്. ഇങ്ങോട്ടോ? ഇതെന്റെ വീടാ, അത് അല്ലാതെ സത്രമൊന്നും അല്ല. കണ്ട വഴിയെ കൂടെ പോകുന്ന അനാഥ പിള്ളേരെ കൂടെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് കയറ്റാനായിട്ട്. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ദേ ചന്ദ്രേ, വെറുതെ അനാവശ്യ വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. ഇത് കേട്ട് പുറത്തു നിന്ന് ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയണേ. ഇതിവിടം വരെ എത്തി നിൽക്കുക. എല്ലാത്തിനും കാരണം അമ്മയാ. അമ്മ ഇവറ്റകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ചന്ദ്രമതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താണ്? ഞാൻ ഇതിനെ സമ്മതിക്കില്ല. നിനക്ക് അത്ര വലിയ സൂക്കാടാണ്, നീ ഒരു കാര്യം ചെയ്യുക, നീ നിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോ, നിന്റെ വീട്ടിൽ കൊണ്ടേ നിർത്ത, അല്ലാതെ ഇങ്ങോട്ടേക്കല്ല വിളിച്ചോണ്ട് വരണ്ടേ. സച്ചി പറഞ്ഞു, ഞാനും രേവതി ഇവിടെയല്ല നിൽക്കുന്നേ, ഞങ്ങൾ നിൽക്കുന്ന എവിടെയാണോ അവിടേക്ക് ആദ്യമേ കൊണ്ടുവരുള്ളൂ. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ ചന്ദ്രേ ഇത്ര ദേഷ്യപ്പെടുന്നേ? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ആദ്യനെ ഞങ്ങൾക്കും ഇഷ്ടമാ. അല്ല രേവതി ചേച്ചി സച്ചേട്ടൻ നല്ലൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല തീരുമാനം തന്നെയാന്ന് പറയണം. ശ്രീകാന്ത് തന്നെ അനുകൂലിക്കുകയാണ്. പുറത്തു നിന്നിരുന്ന ശ്രുതിക്ക് ആകെപ്പാട് ടെൻഷനായി. ദൈവമേ, ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുവാണല്ലോ. പക്ഷെ ശ്രുതി എതിർത്തു. ശ്രുതി പറഞ്ഞു, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? നാളെ നിനക്കൊരു കുഞ്ഞ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നീ ഈ കുഞ്ഞിനെ ചവിട്ടി പുറത്താക്കും. അതാ സംഭവിക്കാൻ പോകുന്നേ. വെറുതെ എന്തിനാടാ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അതിന് നിന്റെ സ്വഭാവമല്ല എനിക്ക്. നീയാടാ വീട്ടിൽ നിന്ന് പണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വന്ന് കള്ളത്തരവ് കാണിക്കുന്നത്. എനിക്കെന്നുള്ള അങ്ങനത്തെ സ്വഭാവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ആദ്യം ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനെ നോക്കാനും അറിയാം, സംരക്ഷിക്കാനും അറിയാം. പിന്നെ എനിക്ക് വേറെ ആളെ കിട്ടിയിട്ടുണ്ട് ഉടനെ ഞാൻ എന്താണല്ലോ ഇവനെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ടെൻഷനായി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ശ്രുതി പതുക്കെ അകത്തേക്ക് കയറി വരുവാണ്. എന്താ എല്ലാവരും കൂടി ഒരു ചർച്ചയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു, എന്ത് ചെയ്യാൻ എൻ്റെ മോളെ, പുതിയ ആലോചനയായിട്ട് വന്നിരിക്കുക രണ്ടെണ്ണങ്ങള്. ഇതൊരു സത്രമാക്കാനുള്ള പുറപ്പാടാ. എന്താ ആൻറ്റി, എന്ത് പറ്റി? അത് പിന്നെ ഉണ്ടല്ലോ, ആദ്യം എന്ന് പറഞ്ഞ ചെറുക്കനില്ലേ, ഇന്നാള് ആരുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ അമ്മൂമ്മ അതിനെയും കൂടി ഇങ്ങോട്ട് വന്നേ. അതിന് അവനെ ദത്തെടുക്കണം പോലും. ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് മറുപടി പറയണം നിർദ്ദയത്തിന് ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, മോളുടെ അഭിപ്രായം എന്താന്ന് പറ, അത് ശരിയാണോ തെറ്റാണോ? ഇത് കേട്ടതും ശ്രുതി ഇങ്ങനെ ആലോചിച്ചു. കാരണം താൻ പറയുമ്പം ഉറപ്പായിട്ടും അത് ആർക്കൊക്കെ കൊള്ളൂന്ന് അറിയത്തില്ല. ഇനി ദത്തെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാന്ന് സച്ചിൻ രേവതിയൊക്കെ ചോദിക്കും. അവരെന്നെ എതിർക്കുകയും ചെയ്യും. എന്ത് മറുപടി പറയണമെന്നറിയില്ല. ശ്രുതി നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.